6 മുതൽ 15% വരെയുള്ള ഡയബറ്റിക് പേഷ്യൻസിൽ പാദരോഗങ്ങൾ വരാനുള്ള സാധ്യത വളരെയേറെയാണ്. ഒരു ചെറിയ മുറിവിൽ നിന്ന് തുടങ്ങി ഒരു വലിയ വ്രണമായി ഒരു ആംപ്യൂട്ടേഷൻ വരെ ഉണ്ടാകാനുള്ള സാധ്യത ഇതിൽ കാണാറുണ്ട്. അൺകൺട്രോൾഡ് ഡയബറ്റീസ് ഉള്ള പേഷ്യൻസിൽ നെർവ് ഡാമേജ്, അതുപോലെ തന്നെ പുവർ സർക്കുലേഷൻ കാരണമുള്ള പ്രശ്നങ്ങൾ വളരെയധികമായിട്ട് കാണാറുണ്ട്. ഇതുമൂലം ഡയബറ്റിക് ഫുട്ട് അൾസേഴ്സ്, ഡയബറ്റിക് ന്യൂറോപ്പതി, ഗാംഗ്രീൻ, അതുപോലെ ഫുട്ടിന്റെ ഡിഫോമിറ്റീസ് എന്നിവ ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. നമ്മുടെ പാദങ്ങളെ എങ്ങനെ ഈ പ്രശ്നങ്ങളിൽ നിന്ന് സംരക്ഷിക്കാം? ഇതിനായി ഡെയിലി കാൽപാദത്തിന്റെ സെൽഫ് എക്സാമിനേഷൻ അത്യാവശ്യമാണ്. അതായത് കാൽപാദത്തിന് വരുന്ന ചെറിയ മുറിവുകൾ, തടിപ്പുകൾ, വ്രണങ്ങൾ, അല്ലെങ്കിൽ ചുവപ്പ് നിറം, ചെറിയ ചൂട് എന്നിവ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ കൺസൾട്ട് ചെയ്യാൻ മടിക്കേണ്ടതില്ല. ഇനി ഡെയിലി ഫുഡ് കെയർ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ചെറിയ ചൂടുള്ള വെള്ളത്തിൽ മൈൽഡ് സോപ്പ് ഉപയോഗിച്ച് കാല് വാഷ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നന്നായി തുവർത്തുമ്പോൾ കാലിന്റെ വിരലുകളുടെ ഇടയിൽ നല്ലോണം തുവർത്തി ഡ്രൈ ആക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മോയ്സ്ചറൈസർ ഉപയോഗിക്കാവുന്നതാണ്. അത് വളരെ തിൻ ഫിലിമായി അപ്ലൈ ചെയ്താൽ മതി. ഒത്തിരി അധികം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. നഖങ്ങൾ സ്ട്രെയിറ്റ് കട്ട് ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കുക. അതായത് നഖങ്ങളുടെ വശങ്ങൾ, അതായത് സ്കിന്നിനോട് ചേർന്നിരിക്കുന്ന വശം കട്ട് ചെയ്യാതിരിക്കാൻ പ്രത്യേകം നോക്കുക. കാരണം ഇങ്ങനെ കട്ട് ചെയ്യുന്ന അവസ്ഥയിൽ അവിടെ ചെറിയ മുറിവുകൾ ഉണ്ടാക്കാനും അതുമൂലം ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ അധികമാണ്. അതുപോലെ തന്നെ വീടിനകത്തും പുറത്തും കാൽവെല്ലുകൾ കവർ ചെയ്യുന്ന തരത്തിലുള്ള ഫുട്വെയർ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ബെയർ ഫുട്ടിൽ നടക്കാതിരിക്കുക. നിങ്ങളൊരു ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിൽ നിങ്ങളുടെ കാൽപാദത്തിന് അനുയോജ്യമായി ഷൂ ഉണ്ടാക്കുന്ന സെന്റേഴ്സ് ഇപ്പോൾ ഒത്തിരി അധികമുണ്ട്. ഡയബറ്റിക് ഫുട്വെയർസ് ഉണ്ടാക്കുന്ന സെന്റേഴ്സ് ഉണ്ട്. അവരെ സമീപിക്കാം. നിങ്ങൾ ഷൂ ഇടുന്ന സമയത്ത് അതിനകത്ത് കല്ലോ മറ്റുള്ള വസ്തുക്കളോ ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ട അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഒത്തിരി മുറുകിയ ഷൂകൾ ഉപയോഗിക്കാതിരിക്കുക. പിന്നെ നനഞ്ഞ ഷൂ, നനഞ്ഞ സോക്സ് എന്നിവ തീർത്തും ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ്. ഡെയിലി സോക്സ് ചേഞ്ച് ചെയ്യാനും മറക്കരുത്. ഇനി ഡയബറ്റിക് പേഷ്യൻസിൽ കാൽപാദത്തിൻ്റെ വ്യായാമങ്ങളുടെ ഇമ്പോർട്ടൻസ് പറയേണ്ട കാര്യമില്ലല്ലോ. അതായത് റെഗുലറായിട്ട് വ്യായാമം ചെയ്യുക. അത് നമുക്ക് എപ്പോഴും ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും നെർവ്സിൻ്റെ ഡാമേജ് തടുക്കാനും മസിൽസിൻ്റെ ലോസ്, അതായത് മസിൽസിൻ്റെ വീക്ക്നെസ് ഉണ്ടാകാതിരിക്കാനും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇതിനായി നിങ്ങളുടെ അടുത്തുള്ള ഒരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ സഹായം തേടേണ്ടത് അത്യാവശ്യമാണ്.